ഹായ്. പിന്നെ എല്ലാ കൂട്ടുകാരും എന്തോ പറയുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ. ഞാൻ രാവിലെ വെളുപ്പിനെ എണ്ണിച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി. പിന്നെ രാവിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. തുണി കഴുകുക, പാത്രം കഴുകുക, അങ്ങനെയൊക്കെ കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പം ചെറിയൊരു വിശപ്പ് തോന്നി. എന്നിട്ട് ഞാൻ ഇവിടെ കാന്താരിമുളക് അച്ചാറിട്ട് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കേ. കണ്ട, കാന്താരിമുളക് അച്ചാറിട്ട് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. അന്നേരം എനിക്ക് പലഹാരം തിന്നുന്ന അത്ര പലഹാരം തിന്നുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ല. തിന്നത്തില്ലെന്നല്ല, അത്രയ്ക്ക് നല്ല വിശപ്പാന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരെണ്ണം അങ്ങനെ ഇച്ചിരി എടുത്ത് കടിച്ച് തിന്നും. അല്ലാതെ എനിക്കിഷ്ടമല്ല, പലഹാരമേ ഇഷ്ടമല്ല. നേരത്തെയൊക്കെ പഴഞ്ചോറ് ചട്ടിയിലൊക്കെ ഇട്ട് പുരട്ടി വാരിയൊക്കെ ശരിക്ക് തിന്നുമായിരുന്നു. ഇപ്പം പഴഞ്ചോറ് തീറ്റയൊന്നുമില്ല. തിളപ്പിച്ചുറ്റിയതായാലും തിന്നാൻ പാടാ. പിന്നെ ഇന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ. കാന്താരിമുളക് കണ്ടുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, അച്ചാറിട്ട് വെച്ച് കണ്ടുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു ശകലം എടുത്ത് കഴിക്കാനായിട്ട്, പിന്നെ ഒരു സവാളയും കൂടെ എടുത്ത് പൊളിച്ച് എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കണ്ട കഴിക്കാനായിട്ട് എടുത്ത്. പിന്നെ എല്ലാ കൂട്ടുകാരും കാപ്പികളൊക്കെ കുടിച്ചോ? എൻ്റെ കാപ്പിയായി ഇത്. പിന്നെ കൊച്ചുമോന് സ്കൂളിലൊക്കെ പോയി, 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കൊച്ചുമോൾ അംഗനവാടിയില്ല, മോളും പോയി. പിന്നെ ചേട്ടന് ഇന്ന് ഇവിടെ ഉണ്ട്. 4 ദിവസം കൊണ്ട് ജോലിക്ക് പോകുന്നില്ല. ചേട്ടനൊരു നടുവേദനയും പിന്നെ ഒരു കാലിന് വേദന. അങ്ങനെ ആശുപത്രിയിലൊക്കെ പോയി. ഇനി ഒന്നും കൂടെ കൊണ്ടുപോകണം. ശകലം മാറ്റമുണ്ട്, കുറവുണ്ട്. പിന്നെ എല്ലാവരും അനിയത്തിമാരും അനിയന്മാരൊക്കെ ജോലിക്ക് പോയേ, ചേച്ചിയും ചേട്ടന്മാരൊക്കെ. പിന്നെ എല്ലാവരുടെയും അമ്മയും അച്ഛനൊക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. എനിക്കും സുഖം തന്നെ കേട്ടോ. പിന്നെ എന്തോ പറയാനാ, ഇങ്ങനെയൊക്കെ പോകുന്നു. ഞാനിങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ പിടിച്ചിടും കേട്ടോ. എൻ്റെ വീഡിയോ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചാരോ അക്കൗണ്ടൊക്കെ തുടങ്ങി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയി. എന്നെ എന്തോനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർത്ത്. ഞാനൊരു പാവമല്ലേ, ഞാനൊരു വീട് പോലും ഇല്ലാത്ത ആളാണ്. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം കൊണ്ട് എനിക്ക് വിഷമം കൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വേറെ ഞാനൊരു അഴുക്കയായിട്ടൊന്നും അല്ല. ഞാനൊരു അഴുക്കയല്ല. ഞാൻ ഈ വീട് വിട്ട് ഒരിടത്തും പോകത്തില്ല. ഈ വീട്ടിൽ തന്നെ ഞാൻ എല്ലാ ജോലിക്കും പോകുമായിരുന്നു. പിന്നെ കല്ലും മണ്ണും കല്ലും എല്ലാം ചുമക്കാൻ പോകും, ചാണകം ചുമക്കാൻ പോകും, മണ്ണിടിച്ച് കോരാൻ പോകും, കാടെടുക്കാൻ പോകും, റബ്ബറും കാടെടുക്കാൻ പോകും, കോൺക്രീറ്റിന് പോയിട്ടുണ്ട്, കയ്യാളായിട്ട് പോയിട്ടുണ്ട്, മെറ്റിലടിക്കാൻ, വീട്ടു ജോലിക്ക്, എല്ലാ പാചകം ചെയ്യാനറിയാം, എല്ലാ കാര്യത്തിനും പോകുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാനൊരു 2 വർഷം കൊണ്ട് ഞാനിപ്പം ജോലിക്ക് പോകുന്നില്ലായിരുന്നു. അങ്ങനെ എനിക്കൊരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ വീട് വിട്ട് ഇതേ സമയം പോലെ ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. പോകുവാന്ന് ആരെങ്കിലും മക്കളോ ചേട്ടനോ ആരെങ്കിലും ആയിട്ടാണ് ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുന്നത്. എന്നാലും എനിക്ക് മടി, ഒരു വഴക്ക് പറയും, അമ്മയെ വിളിച്ചാൽ വരത്തില്ലെന്നും പറഞ്ഞ്. ഭയങ്കര വിഷമങ്ങളും കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും അറിയത്തില്ല. എനിക്ക് വലിയ പഠിത്തമൊന്നുമില്ല. എനിക്കൊരു പഠിത്തവും ഇല്ല. അതുകൊണ്ട് വിഷമം. എൻ്റെ കൊച്ചുമോനെ ഈ ചാനലൊക്കെ എടുത്തു തന്നത്, എനിക്ക് എടുക്കാൻ പോലും അറിയത്തില്ല. കൊച്ചുമോനെ ഇതൊക്കെ എടുത്തു തന്നത്. അങ്ങനെ ഞാനിത് ചെയ്യുന്നത്. അന്നേരം എന്നെ ഒരു പ്രാവശ്യം എൻ്റെ ഫേസ്ബുക്ക് ആങ്ങാക്കി. അത് നമ്മൾ പിടിച്ച് അവന്മാരെ അതിൻ്റെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട്, ചേച്ചി ഒന്നും ചെയ്യല്ലേ, കേസ് കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇതാരും അക്കൗണ്ട് എൻ്റെ വീഡിയോയും എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചാൽ അക്കൗണ്ട് തുടങ്ങി. അന്നേരം എനിക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ വീട്ടിൽ എന്നെ വഴക്കൊക്കെ പറഞ്ഞ്, എൻ്റെ ചേട്ടനൊക്കെ വഴക്ക് പറഞ്ഞ്, ആവശ്യമില്ല എന്തോനെ നീ ഇതൊക്കെ ചെയ്തിട്ടില്ലേ എന്നും പറഞ്ഞ്. നമ്മുടെ വിഷമം മാറാനൊക്കെ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മളിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര വിഷമങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ ഇവിടുന്ന് ജനുവരി മാറിക്കൊടുക്കണം. ഞങ്ങളിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള വിഷമങ്ങളും കാര്യങ്ങളാണ്. പിന്നെ ഞാനിങ്ങനെ പാസ്പോർട്ട് എടുത്ത് കയറിപ്പോണമെന്നുള്ള ഇത് വെച്ചാൽ ഞാൻ പാസ്പോർട്ട് എടുത്തിട്ട് ഇപ്പം 2.5 വർഷം ആകാൻ പോകുന്നെന്ന് തോന്നുന്നു. പിന്നെ ഇതുവരെ പോക്ക് കാണുന്നില്ല. പിന്നെ കുറേ ഏജൻറ്റ് വഴിയൊക്കെ വന്ന് പോകാനൊരു പേടി, ഏജൻറ്റ് വഴിയൊക്കെ പോകാൻ. വീട്ടിലൊക്കെ നിൽക്കാൻ എനിക്ക് പേടിയാണ്. നമ്മളെ പോയിട്ടില്ലല്ലോ, ഓരോരുത്തരൊക്കെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് പേടിയില്ല. അങ്ങനെ ഇതുവരെ പോക്ക് കാണുന്നത്. ഞാൻ എന്നിട്ട് ഇപ്പോഴും തിരക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് 48 വയസ്സാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പോകാനിങ്ങനെ നോക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. ആപ്പാടൊരു വിഷമങ്ങളും കാര്യങ്ങളും എപ്പോഴും ഉള്ളിൽ. എന്ത് വിഷമം ഉണ്ടാലും എന്തെല്ലാം വന്നാലും മനസ്സിൽ ഒതുക്കി ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ എല്ലാവരോടും പറയാൻ.
ശരി എന്നാൽ നമസ്കാരം ശരി.